അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് കൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഉണ്ണിക്കണ്ണൻ ഈ 4ാം ക്ലാസ്സുകാരൻ വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി നടന്നത് കൊണ്ട് വിജയണ്ണനെ കണ്ട് ഒരിക്കലുമല്ല. ഈ അമ്പലം മുന്നിൽ വെച്ച് പറയണ അങ്ങനെ നടന്നാൽ കാണാൻ പറ്റില്ല. പണ്ട് ഞാൻ ജനിക്കുമ്പോൾ എഴുതി വെച്ച നിയോഗങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അല്ലാണ്ട് ആര് തലകുത്തി മറിഞ്ഞാലും ഒന്നും നടക്കില്ല. നമ്മൾ റിസ്ക് എടുക്കാണ്ട് ഈ ഹോട്ടലിൽ കഴിച്ച് വയറ് ചീത്തയാക്കണം, അമ്മ ഉണ്ടാക്കണം, നല്ല ആ ഭക്ഷണം കൂട്ടി കഴിക്കണം, ആ നന്മ നിറഞ്ഞ ആ ഭക്ഷണം കൂട്ടി കഴിക്കണം. എന്താ ചെയ്യുക? നമ്മൾ വീട്ടിലത്തെ ഭക്ഷണം ഇപ്പോൾ കഷ്ടപ്പെടണം കേട്ടോ. കഷ്ടപ്പെടാണ്ട് ഒന്നും നടക്കില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോകണം, ഇവിടെ പോണ വഴിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കണം. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടും. ഒരാളിനെ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയണേ, പല ആൾക്കാരിനെ കൊണ്ട് ഞാൻ ഓരോ കാര്യം റെക്കമെൻഡ് ഓരോ കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ ആരുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവരിനെ കൊണ്ട് നമ്മളത് ഒരിക്കലും ചോദിക്കരുത്. നമ്മൾ ദൈവത്തിനെ വിളിക്കുക, നേർവഴി കൂടെ പോവുക. മനസ്സിൽ ആ ധൈര്യം ഉണ്ടെങ്കിൽ ഞാനവിടെ എത്തിപ്പെടുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളവിടെ എത്തും. അങ്ങനെ പല ആൾക്കാർക്കും എന്നെ പല ആൾക്കാർക്കും ഏട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കഷ്ടപ്പെടണം ഒന്നും കിട്ടില്ല കേട്ടോ. രജനി സാർ ഒരു കാര്യം പറഞ്ഞേ, കഷ്ടപ്പെടാണ്ടൊരു സാധനം കിട്ടിയാൽ അത് നിൽക്കില്ല, അങ്ങനെ ഒരിത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു സിനിമയിൽ മോഹം വരണമെങ്കിൽ ഒരിത് വരണമെങ്കിൽ അത് പണ്ടവിടെ ഞാൻ ജനിക്കുമ്പോൾ എഴുതി വെച്ച നിയോഗങ്ങളാണ് അതൊക്കെ നടക്കുന്നത്. അതാണ് അത് അവരവരുടെ ഇഷ്ടമല്ലേ, നമ്മളത് പറയുന്നത് ശരിയല്ല. ഫോട്ടോ കോസ്റ്റ്യൂമിലാണ് അത് സിനിമന്റെ അതിന്റെ മുന്നേ തന്നെ കിട്ടും. സിനിമയുടെ പോസ്റ്റർ കിട്ടും. ഞാൻ ഒരാഴ്ച മുന്നേ മാനേജർ സാറിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിജയ് സാറിന്റെ അയച്ചു തരാ പറഞ്ഞു. കോസ്റ്റ്യൂമിലാണ്, അതുകൊണ്ട് അയച്ചു തരാ പറഞ്ഞു. വിജയ് സാറിനെ ഏത് പടത്തിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഇതുവരെ ഒന്നും ആയിട്ടില്ല. വിജയ് സാർ പറഞ്ഞു ഞാൻ അങ്ങനെ അഭിനയിക്കുന്ന മുടിയുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഡയറക്ടർ സാറായി സംസാരിക്കാമെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ സാറും പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർ സാറായി സംസാരിക്കാമെന്ന്. പിന്നൊക്കെ ഭാഗ്യമാണ്, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. നമ്മളെ പടത്തിൽ ഉണ്ടാകണം, ദൈവം ജനിച്ചപ്പോൾ എഴുതി വെച്ച നിയോഗം നടക്കുകയാണെങ്കിൽ അതുണ്ടാകും. ഈ അതിഭീകര കാമുകൻ ആ സിനിമയുടെ പൂജയ്ക്കാണ് വന്നത്. ഡയറക്ടറെ പരിചയമുണ്ടോ? ഈ സിനിമയിൽ എന്തെങ്കിലും വേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം ഭാഗ്യമാണ്, ദൈവത്തിൻ്റെ കയ്യിലാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ ആരാ ഏട്ടാ ഉമ്മ ഉണ്ണിക്കണ്ണ മകളുണ്ടാക്കുന്നത്. എല്ലാ ചാനലിലും പേരറിയില്ല, എല്ലാവർക്കും ഒരു ഉമ്മ. ഉമ്മ